ഹായ് നമസ്കാരം. എല്ലാവർക്കും ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് ഹാർദമായ സ്വാഗതം. സിനിമയെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്നവർക്കും വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ഡാർക്ക് കോമഡിയും ആരും പറയാൻ മടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം മലയാള സിനിമ സമ്മാനിച്ച ഏറ്റവും മികച്ച തിയേറ്റർ അനുഭവമാണ് മോളിവുഡ് ടൈംസ് എന്ന സിനിമ. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന തകർപ്പൻ കൾട്ട് ചിത്രത്തിന് ശേഷം സംവിധായകൻ അഭിനവ് സുന്ദർ നായക് ഒരുക്കിയ ഈ ഡാർക്ക് കോമഡി ഡ്രാമ റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ നല്ല അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. 2 മണിക്കൂർ 48 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിൻ്റെ ഒരു വിശദമായ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കുന്നത്. സ്റ്റോറി ആൻഡ് പ്ലോട്ട് ഡെവലപ്മെൻറ്റ് നോക്കുവാണെങ്കിൽ കുട്ടിക്കാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും മലയാള സിനിമ കീഴടക്കാനായിട്ട് എത്തുന്ന വിനീത് മാധവനാണ് കഥയിലെ നായകൻ. നസ്ലീനാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രം തികച്ചും സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ സിനിമാ മോഹങ്ങളാണ് ചിത്രത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത്. ഒരു കട്ട ഹൊറർ സിനിമ ചെയ്ത് ഇൻഡസ്ട്രിയിൽ തൻ്റെ പേര് ഉറപ്പിക്കണമെന്നാണ് വിനീതിൻ്റെ ആഗ്രഹം. മലയാള സിനിമയുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയെ തൻ്റെ ക്രാഫ്റ്റ് കൊണ്ട് രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വിനീതിൻ്റെ യാത്ര പക്ഷേ അയാൾ വിചാരിച്ചതിലും എത്രയോ മടങ്ങ് സങ്കീർണമായിരുന്നു. സിനിമയ്ക്കുള്ളിലെ ഗ്രൂപ്പിസവും നട്ടല്ലില്ലാത്ത പ്രൊഡക്ഷൻ രീതികളും റിവ്യൂവർമാരും സിനിമാക്കാരും തമ്മിലുള്ള അടിയൊഴുക്കുകളും നിറഞ്ഞ ഒരു ക്രൂരമായ മോളിവുഡ് ഇൻഡസ്ട്രിയെയാണ് ചിത്രം തുറന്നു കാട്ടുന്നത്. ഒരു സിനിമ ചെയ്യാനായി വിനീത് നേരിടുന്ന മാനസികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളും ആ ചതിക്കുഴികൾ ഒടുവിൽ അയാളെ എങ്ങനെ ഒട്ടും ദയയില്ലാത്ത ഒരു കഠിനഹൃദയനാക്കി മാറ്റുന്നു എന്നതുമാണ് സിനിമയുടെ പ്രമേയം. നമ്മൾ സാധാരണ കാണാറുള്ള സിനിമാ മോഹികളുടെ ക്ലീശേ വിജയഗാഥ അല്ല ഇത്. മറിച്ച് സിനിമ ഒരാളെ എത്രത്തോളം സ്വാർത്ഥനാക്കാം എന്ന് കാണിക്കുന്ന ഒരു പച്ചയായ ആവിഷ്കാരമാണ്. അഭിനേതാക്കളുടെ പ്രകടനമൊക്കെ നോക്കുവാണെങ്കിൽ നസ്ലീൻ വിനീത് മാധവനായി എത്തുകയാണ്. ഈ നായക കഥാപാത്രത്തെ നസ്ലീൻ തൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ലാൻഡ്മാർക്ക് പ്രകടനമാക്കി മാറ്റിയിട്ടുണ്ട്. തുടക്കത്തിലെ ആ നിഷ്കളങ്കതയിൽ നിന്നും ഇൻഡസ്ട്രിയുടെ ചതികൾ കണ്ട് പഴുത്തു പാകമായി ഒടുവിൽ ഒരു സൈക്കോട്ടിക് ടച്ചുള്ള പരുക്കൻ സ്വഭാവത്തിലേക്ക് മാറുന്ന വിനീതിൻ്റെ പരിണാമം നസ്ലീൻ മനോഹരമായി സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട്. കോമഡി മാത്രമല്ല, സീരിയസ് വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് താരം തെളിയിച്ചിരിക്കുകയാണ്. സംഗീത് പ്രതാപ് ആൻഡ് ഷറഫുദ്ദീൻ്റെ പ്രകടനം നോക്കുവാണെങ്കിൽ പ്രേമലുവിന് ശേഷം സംഗീത് പ്രതാപും നസ്ലീനും ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്വാഭാവിക കോംബോ ടൈമിങ് ഈ ചിത്രത്തിലും ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്നുണ്ട്. വിനീതിൻ്റെ സുഹൃത്തായി സംഗീത് തിളങ്ങിയപ്പോൾ ചിത്രത്തിൽ നിർണായക വഴിത്തിരിവാകുന്ന ഒരു മുതിർന്ന സിനിമാക്കാരനായി എത്തിയ ഷറഫുദ്ദീൻ്റെ പ്രകടനം കഥയ്ക്ക് വലിയൊരു ഡ്രൈവിംഗ് ഫോഴ്സാണ് നൽകിയിരിക്കുന്നത്. മറ്റ് സഹതാരങ്ങളും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ക്രൂ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ഈ സിനിമയുടെ പരിശോധിക്കുകയാണെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിനവ് സുന്ദർ നായക്കാണ്. തൻ്റെ ആദ്യ ചിത്രമായ മുകുന്ദൻ ഉണ്ണിയിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ ആ സിനിക്കൽ ഡാർക്ക് ഹ്യൂമർ ശൈലി അഭിനവ് ഇതിലും കൂടുതൽ കരുത്തോടെ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമാ ഇൻഡസ്ട്രിയുടെ പൊള്ളത്തരങ്ങളെ ഒട്ടും മടിയില്ലാതെ ആരെയും ഭയപ്പെടാതെ പച്ചയായി വിളിച്ചു പറയാൻ അദ്ദേഹം കാണിച്ച ധൈര്യം പ്രശംസനീയമാണ്. തിരക്കഥ രാമു സുനിലിൻ്റേതാണ്. റിയലിസ്റ്റിക്കായ ഡയലോഗുകളും മൂർച്ചയേറിയ ആക്ഷേപഹാസ്യവും കൊണ്ട് രാമു സുനിലിൻ്റെ തിരക്കഥ ചിത്രത്തിന് വലിയൊരു നട്ടെല്ലായി മാറുകയാണ്. പ്രേക്ഷകരെ ഒരിടത്തുപോലും ബോറടിപ്പിക്കാത്ത വിധം കൃത്യമായ ഇടവേളകളിൽ ട്വിസ്റ്റുകൾ നൽകാനായിട്ട് തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിർമ്മാണം നോക്കുവാണെങ്കിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സിനിമ ആവശ്യപ്പെടുന്ന ആ ആഡംബരമില്ലാത്ത റിയലിസ്റ്റിക് പശ്ചാത്തലം ഒരുക്കുന്നതിൽ നിർമ്മാതാവ് ആഷിഖ് ഉസ്മാൻ പൂർണ്ണമായിട്ട് വിജയിച്ചിരിക്കുകയാണ്. ലൊക്കേഷനുകളിലും കാസ്റ്റിങ്ങിലുമുള്ള ക്വാളിറ്റി സിനിമയിലുടനീളം വ്യക്തമാണ്. സംഗീതം ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം BGM ചിത്രത്തിൻ്റെ മൂഡിനെ കൃത്യമായി താങ്ങി നിർത്തുന്നുണ്ട്. ഹൊറർ മൂഡും ഡാർക്ക് കോമഡിയും മാറി മറിയുന്ന രംഗങ്ങളിൽ BGM നൽകിയ പഞ്ച് തിയേറ്റർ അനുഭവം ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ്. ക്യാമറയും എഡിറ്റിങ്ങും നോക്കുവാണെങ്കിൽ വിശ്വജിത്ത് ഒടുക്കത്തിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാമറ ചലനങ്ങൾ സിനിമയ്ക്ക് ആവശ്യമായ ആ ഡാർക്ക് ആൻഡ് കോമഡി ടോൺ
വിഷ്വലുകളിലൂടെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ 48 മിനിറ്റ് എന്ന ദൈർഘ്യം ഒരു വെല്ലുവിളിയാകാത്ത വണ്ണം ഒരിടത്ത് പോലും ലാഗ് ഫീൽ ചെയ്യിക്കാതെ കട്ടക്കട്ടയ്ക്കായി കഥ പറഞ്ഞ നിതിൻ രാജ് അരോളിൻ്റെ എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു. ഓഡിയൻസ് റെസ്പോൺസ് നോക്കുവാണെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയെ വളരെ രസകരമായും അതേസമയം സമൂഹത്തെയും ഇൻഡസ്ട്രിയെയും കൃത്യമായി വിരൽ ചൂണ്ടി ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു അൺഅപ്പോളജറ്റിക് മാസ്റ്റർ പീസ് എൻ്റർടൈനറാണ് മോളിവുഡ് ടൈംസ്. യുവതലമുറയ്ക്ക് മാത്രമല്ല, സിനിമയെ ഗൗരവമായി കാണുന്നവർക്കും ഒപ്പം നല്ലൊരു തിയേറ്റർ എൻ്റർടൈനർ ആഗ്രഹിക്കുന്ന കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ 4000-ലധികം വോട്ടുകളോടെ 8.6 ഔട്ട് ഓഫ് 10 എന്ന മികച്ച റേറ്റിംഗുമായി തിയേറ്ററുകളിൽ കുതിക്കുന്ന ഈ ചിത്രം തീർച്ചയായും വലിയ സ്ക്രീനിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒന്നാണ്. സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 4.5 ഔട്ട് ഓഫ് 5 ആണ്. അഭിനയത്തിൻ്റെ കാര്യമെടുക്കുവാണെങ്കിൽ 4.5 ഔട്ട് ഓഫ് 5 ആണ്. മേക്കിംഗ് ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിന് ലഭിച്ചിരിക്കുന്ന മാർക്ക് 4 പോയിൻ്റാണ് ഔട്ട് ഓഫ് 5. ഓവറോൾ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 4.2 ഔട്ട് ഓഫ് 5 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അഥവാ നിങ്ങൾ കൂട്ടുകാരും ഫാമിലിയൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഇതുവരെ ഈ ആഴ്ചത്തെ സിനിമാ വിശേഷങ്ങൾ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച പുതിയ സിനിമാ വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീരംഗം. ടേക്ക് കെയർ. ബൈ ബൈ.